നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ആമി സോയി ആമി. ഇൻട്രോ തരാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ധനങ്കിലാണ്, വിയറ്റ്നാമിലെ ധനങ്കിലാണ്. വെരി എക്സൈറ്റഡ്, കാരണം ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുന്നത് കുറേ നാളത്തെ ഡ്രീമായിരുന്നു. എന്തു പറയാനാ, ഭയങ്കര ഹാപ്പിയാണ്. വേറൊരു കാരണവും കൂടെ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതോ ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. ഇതാരാ? ഹെമിലെവിടെ? ഹായ് ഹായ്, എങ്ങനെയുണ്ട്? ഹായ്. സോ ഈ ഞറങ്ങണിനെയും കൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ വിയറ്റ്നാം ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ടാക്സിയിൽ ഞങ്ങളുടെ റൂമിലാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ലൊക്കേഷനിലോട്ട് പോയി. ആദ്യത്തെ ലൊക്കേഷൻ മാർബിൾ മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗൈഡിന്റെ പേര് ലിൻ എന്നാണ്. പുള്ളിക്കാരിയായിരുന്നു ഞങ്ങൾക്ക് ധനങ്കിലെ ഞങ്ങളുടെ ഗൈഡ്. സോ പുള്ളിക്കാരി ഞങ്ങളെ ധനങ്കിലെ മാർബിൾ മൗണ്ടെയിനിലോട്ടാണ് ആദ്യം കൊണ്ടുപോയത്. ഈ മൗണ്ടെയിനിലോട്ട് നമ്മൾ കയറുന്നത് ലിഫ്റ്റ് വഴിയാണ് കേട്ടോ. ലിഫ്റ്റിലാണ് നമ്മൾ മേളിൽ പോകുന്നത്. ഏറ്റവും മേളിലല്ല, കുറച്ചൊരു ഹൈറ്റ് വരെ നമ്മൾ ലിഫ്റ്റിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്സ് ഒക്കെ കയറി നടന്നാണ് പോകുന്നത്. അപ്പൊ ഈ ലിഫ്റ്റ് പോകുന്ന വിഷ്വൽസ് ആണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ ചെന്ന് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും നേരെ കാണുന്നത് കടലാണ് കേട്ടോ. അടിപൊളി നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. പിന്നെ ഈ മൗണ്ടെയിൻ എന്ന് പറയുന്നത് 5 എലമെന്റ്സിൽ ഒന്നായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ബാക്കി അതിന് ചുറ്റും കാണുന്ന മൗണ്ടെയിൻസ് എല്ലാം ബാക്കി ഓരോ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഉള്ളിലോട്ട് പോയി. ഇതിനകത്ത് കൂടുതലും ബുദ്ധ സ്റ്റാച്യൂസ് ആണ്. പല മോഡലിലുള്ള ബുദ്ധ സ്റ്റാച്യൂസ് ആണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അതിന് ചുറ്റും ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്റ്റാച്യൂസും നല്ല രസമായിരുന്നു കേട്ടോ. ചുറ്റും കാണാനായിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി അടുത്ത മേളിലോട്ട് പോകുന്നതാണ്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കയറാനായിട്ട്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ കയറി നന്നായിട്ട് തളരുകയും ചെയ്തു. നമ്മളിങ്ങനെ പതുക്കെ നിന്നൊക്കെയാണ് കയറിയത്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അതിനുശേഷം നമ്മൾ പോയൊരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ബുദ്ധയുടെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും ലവേഴ്സ് വരുന്ന സ്ഥലമാണ്. അവരുടെ ലവ് ഫുൾഫിൽ ചെയ്യാനായിട്ട് വരുന്ന ഇതാണ്. അതിനുശേഷം ഞങ്ങൾ വന്നത് വേറൊരു കേവ് പോലത്തെ ഒരു സ്ഥലത്താണ്. കുറച്ചും കൂടി ഒരു കേവിന്റെ ഉള്ളിലായിട്ടുള്ള രീതിയിലുള്ള സ്ഥലത്ത്. അവിടെ ഇങ്ങനെ ബുദ്ധയെ വെച്ചിട്ട് അമ്പലം പോലെയൊക്കെ ചെയ്തിട്ടുള്ള സെറ്റപ്പാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കാൻ തന്നെ. അതിനുശേഷം നമ്മൾ മാർബിൾ മൗണ്ടെയിനിൽ നിന്ന് തിരിച്ചിറങ്ങി. നമ്മൾ ലിഫ്റ്റ് കയറി വന്ന അതേ ഹൈറ്റ് നമ്മൾ പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിയാ പോയത്. ഒരുപാട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ഹോയാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഇത് വന്നിട്ടൊരു നൈറ്റ് മാർക്കറ്റ് ആണ്. ഫുൾ ലൈറ്റിന്റെ കളിയാണ് ഇവിടെ. ഫുള്ള് ലൈറ്റ് ആണ്. എവിടെ തിരിഞ്ഞാലും ലൈറ്റ്. നല്ല ഭംഗിയുള്ള പല പല കളേഴ്സിലുള്ള ലൈറ്റ് ഒക്കെയാണ് ഇവിടെ കാണാവുന്നത്. അതുപോലെ തന്നെ ബോട്ട് നമുക്ക് കാണാൻ പറ്റും. ബോട്ടിനകത്ത് ആൾക്കാരിരുന്ന് അവരുടെ കയ്യിലിരിക്കുന്നത് ലാമ്പാണ് കേട്ടോ. അതിനിങ്ങനെ വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വിടും അവര്. നമ്മൾ അതിലോട്ടൊന്നും പോയില്ല. നമ്മൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. ഒരുപാട് ലൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഭംഗിയായിട്ട് ഒരുപാട് ലൈറ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പൊ കാണുന്നത് ഒരു ബ്രിഡ്ജാണ്. അവിടത്തെ 20,000 നോട്ടിലുള്ള ബ്രിഡ്ജാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ റുപ്പീസില് ഓരോ 50 രൂപയുടെ 100 രൂപയുടെ അങ്ങനെ നമ്മുടെ ഓരോ നോട്ടിലും നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളുടെ ഇത് കാണത്തില്ല, ഫോട്ടോസ് പോലെ കാണത്തില്ലേ, അതേപോലെ അവിടെ 20,000 ഉള്ള 20,000 നോട്ടിലുള്ള ആ പിക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ട ആ ബ്രിഡ്ജിന്റെ ആണ്. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. നല്ല ക്രൗഡുള്ള സ്ഥലമാണ്. പക്ഷെ നല്ല ഭംഗിയാ കാണാനൊക്കെ ആയിട്ട്. ഫുള്ള് ലൈറ്റ് ആയതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ലൈറ്റ് ഒക്കെയാണ് അവിടെ നിന്ന്. ഈ കാണുന്ന നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫോട്ടോസ്, ഇവിടെ ആൾക്കാർ ഒരുപാട് വരുന്ന ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പെയ്ഡ് ആണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഈ ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാംഗോ ട്രൈ ചെയ്തു. മാംഗോ നമ്മുടെ ഇവിടുത്തെ അതേ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് മാംഗോയ്ക്ക്.
ഇവിടെയുള്ള മാംഗോയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ബൈ ദ വേ ഞാൻ പറയാൻ മറന്നുപോയ കാര്യം, ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ പോയത്. ഗോ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവൽ ഏജൻസിയുടെ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. സോ നമ്മുടെ മിക്ക ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ, ഞങ്ങൾ വിയറ്റ്നാമിൽ വന്ന ഫസ്റ്റ് ഡേയിലത്തെ ഡിന്നറാണ്. ഡിന്നറിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് നാൻ ഉണ്ടായിരുന്നു, റൊട്ടി ഉണ്ടായിരുന്നു, ജീര റൈസ് ഉണ്ടായിരുന്നു, ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു വെജ് കറി, ദാൽ കറി, പിന്നെന്തുവാ ചട്നി, അച്ചാറ്, പിന്നെ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് ഈ ഒരു സാധനം, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ കൊള്ളായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലാണ് പോയത്, കാരണം ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. അടുത്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്നായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറേതിൻ്റെ ഒന്നും പേര് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ എല്ലാം ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്തു. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ്സും ഉണ്ടായിരുന്നു, നമുക്ക് ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടപ്പെടാത്ത സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ ഇടിയപ്പം പോലത്തെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടിയപ്പം പോലെ ഉണ്ടാക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ. പിന്നെ ബ്രെഡിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതായത് ബ്രെഡ് ഉണ്ടായിരുന്നു, കേക്ക് പോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ ഫ്രൂട്ട്സ്, പല വെറൈറ്റി കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ജ്യൂസ്, ടീ, കോഫി, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഹലോ ഗായ്സ്, അപ്പം നെക്സ്റ്റ് ഡേ ആണ്. നമ്മളിന്ന് ബാണ ഹിൽസിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, കാരണം നമ്മുടെ ഗൈഡൊക്കെ വന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നേരെ ബാണ അങ്ങനെ ഞങ്ങളത് ഒരു ബസ്സിലാണ് ഇവിടുത്തെ ബാണ ഹിൽസിൻ്റെ ഇവിടെ വന്നു. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത് ഈ 3 ബസ്സിൽ, അതേപോലത്തെ ഒരു ബസ്സാണ്. ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെയാണ് ഈ ബസ്സിൽ. ഇല്ല പറയണുണ്ടല്ലോ. അപ്പം അതായത് പല പാക്കേജസിൽ നല്ല ഇൻഡിവിജ്വലായിട്ട് വന്നത് ബാണ ഹിൽസിലോട്ട് പോകാനായിട്ട് ഇവിടുത്തെ ഇത് കണ്ടേ. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. നമ്മുടെ വരുന്ന വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരുടെ ഇതുപോലെ കാറിലായിരിക്കണം, ബസ്സിലായിരിക്കണം പോവേണ്ടത് ബാണ ഹിൽസിലോട്ട്. പക്ഷെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാണ ഹിൽസിൻ്റെ എന്താ പറയുക, താഴെയാണ് നിൽക്കുന്നത്. സോ നല്ല രസമുള്ള ഒരു ഗേറ്റ് പോലത്തെ ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫോട്ടോസൊക്കെ അത്യാവശ്യം ആൾക്കാർ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാണ ഹിൽസിലോട്ട് പോവേണ്ട കേബിൾ കാറിലോട്ട് കയറാനുള്ള ക്യൂ ആണ്. കേബിൾ കാർ വഴിയാണ് പോണത്. ഇതാണ് വേൾഡിലെ ലോങ്ങസ്റ്റ് കേബിൾ കാറ് ഇവിടത്തെയാണ്. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ടാണ് നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിലോട്ട് പോകുന്നത്. അതായത് ബാണ ഹിൽസിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഗോൾഡൻ ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേബിൾ കാർ വഴി. ഭയങ്കര അടിപൊളി, എന്താ പറയുക, ഞാൻ ഈ വീഡിയോസിൽ മൊത്തത്തിൽ പറയുന്നത് വ്യൂവിനെ പറ്റിയാണ്. വിയറ്റ്നാമിലെ വ്യൂസ് നല്ല അടിപൊളി വ്യൂസാണ്. ഇപ്പോൾ കേബിൾ കാറിലെ വ്യൂ ഒക്കെ നല്ല സൂപ്പർ വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ, പറയാൻ വിളിക്കാൻ പറ്റുന്നില്ല. വിയറ്റ്നാമിൽ വരുന്നവരാണ് പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട്. അടിപൊളിയാണ് കണ്ടോ. ഇതാണ് നമ്മുടെ ഗൈഡ്. കൈയുണ്ട് കേട്ടോ, 2 കൈയിലായിട്ട് ഇങ്ങനെ ബ്രിഡ്ജ് നിൽക്കുന്നതാണ് ഇവിടുത്തെ ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്നാലും താഴോട്ടുള്ള വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. ഭയങ്കര കാറ്റൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേനും ഒരു ഫ്ലവർ ഷോ പോലത്തെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്, ഫ്ലവർ ഗാർഡൻ പോലത്തെ. നമ്മൾ അവിടെ കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് വീണ്ടും നമ്മൾ അടുത്ത കേബിൾ കാറിലാണ് നമ്മൾ വീണ്ടും മേളിലോട്ട് പോകുന്നത്. നമ്മൾ പോകുന്നത് ഫ്രഞ്ച് വില്ലേജിലേക്കാണ്. അതും ഈ കേബിൾ കാർ വഴിയേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഫ്രഞ്ച് വില്ലേജിലെ ഈ കാണുന്ന ബിൽഡിങ്സ് ഇല്ലേ, ഇതെല്ലാം നമ്മുടെ ഹാരി പോട്ടറിലെ കാസിലില്ലേ, ഹോഗ്വാർട്സിന്റെ ഒക്കെ അതിൻ്റെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ലഞ്ച് കഴിക്കാനാണ്.
ലഞ്ചിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ പ്ലേറ്റിൽ കാണുന്നത് സ്റ്റാർട്ടേഴ്സ് ആണ്. ഞാൻ ആക്ച്വലി ബാക്കി വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അതിനുശേഷം നമ്മൾ പോയത് നേരത്തെ കണ്ട ക്യാസിലില്ലേ, അതേപോലത്തെ ഒരു ബിൽഡിങ്ങിനകത്തോട്ടാണ്. അവിടെ നമുക്ക് ഗെയിംസ് ഫ്രീ ആയിട്ട് നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഉള്ളിലൊരു തിയേറ്റർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇതില് നമുക്കൊരു മൂവി പോലെ നമ്മളെ ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സെറ്റപ്പാണ് നമ്മൾ അതിനകത്ത്. അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ഞാൻ വീഡിയോ ഗെയിം കളിക്കാൻ നോക്കി, കാറ് ഓട്ടിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. അതിഗംഭീരമായിട്ട് ഞാൻ തോറ്റു. അതിനുശേഷം നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വീണ്ടും ഫ്രഞ്ച് വില്ലേജിന്റെ വേറൊരു ഏരിയയിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ കണ്ടു. നല്ല രസമുള്ള വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ ഏരിയ ഫുള്ള് കാണാൻ. ഇതിനകത്താണ് അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത്. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റിയില്ല, ഞങ്ങൾ നല്ല ലേറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പുറത്ത് പോപ്പ് മാർട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പോപ്പ് മാർട്ടിൽ ഒന്നും കയറാൻ പറ്റിയില്ല, ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. കാണുന്നതാണ് പോപ്പ് മാർട്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, തിരിച്ച് കേബിൾ കാറിൽ തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. കാണുന്നതാണ് ഹാരി പോട്ടറിന്റെ ഹോഗ്വാർട്സ് പോലത്തെ കാസിൽ. നമ്മൾ അതിനകത്താണ് കയറിയത്. തിരിച്ച് നമ്മൾ കേബിൾ കാറിലാണ് താഴോട്ട് പോയത്. അവിടെ നിന്ന് കാറിൽ നമ്മൾ നേരെ ഹോട്ടലിലോട്ടും പോയി. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് വേറൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. സോ ആ ഫ്ലൈറ്റിൽ ഞങ്ങൾ ഇനി എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ പറയാം. സോ അതുവരേക്കും ബൈ.